ലൈംഗികാരോപണ കേസിൽ ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎ കേരളം വിട്ടെന്ന് സ്ഥിരീകരിച്ച് അന്വേഷണ സംഘം. പൊള്ളാച്ചിയിലെത്തിയ രാഹുൽ പിന്നീട് കോയമ്പത്തൂരേക്ക് പോയെന്നാണ് സ്ഥിരീകരണം. രാഹുൽ മാങ്കൂട്ടത്തിലുമായി അടുത്ത ബന്ധമുള്ള നടിയെ അന്വേഷണ സംഘം വിളിപ്പിക്കും. രാഹുൽ രക്ഷപ്പെട്ടത് നടിയുടെ ചുവന്ന പോളോ കാറിൽ തന്നെയെന്ന വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. അപ്പോൾ രാഹുൽ മാങ്കൂട്ടം സംസ്ഥാനത്തിന് പുറത്തേക്ക് പോയി എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് അന്വേഷണ സംഘം സ്ഥിരീകരിക്കുന്നത്. എന്നാൽ നിലവിൽ രാഹുൽ സംസ്ഥാനത്തിന് പുറത്താണോ എന്നുള്ള വ്യക്തത അന്വേഷണ സംഘം തരുന്നില്ല. അതിനനുസരിച്ചുള്ള വിവരങ്ങൾ അവർക്ക് കിട്ടിയോ എന്നുള്ള കാര്യത്തിലും വ്യക്തതയില്ല. ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റൊരു നിർണായക ചുവടുവെപ്പ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് രാഹുൽ രക്ഷപ്പെട്ടു എന്ന് സംശയിക്കുന്ന ചുവന്ന പോളോ കാറിന്റെ ഉടമയായ നടിയെ ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കുക എന്നുള്ളത് കൂടിയാണ്. നടിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമോ, ഏത് സാഹചര്യത്തിലാണ് നടി വാഹനം നൽകിയത് തുടങ്ങിയ കാര്യങ്ങളിൽ വിശദമായി അന്വേഷണം നടത്തുകയായിരിക്കും അന്വേഷണ സംഘം ഇനി ചെയ്യാൻ പോകുക. സിജോ വി ജോൺ വിവരങ്ങൾ നൽകും. സിജോ, ഇനിയിപ്പോൾ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി രാഹുൽ സംസ്ഥാനത്തിന് പുറത്തേക്ക് പോയി എന്നുള്ള വിവരങ്ങൾ ലഭിച്ചു. പക്ഷേ ഇപ്പോൾ എവിടെയാണ്, സംസ്ഥാനത്തിനകത്താണോ പുറത്താണോ എന്നുള്ളതിൽ ഒരു വ്യക്തത ഇല്ലെന്ന് കൂടി മനസ്സിലാക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നാളെയാണ് ഇനിയിപ്പോൾ ജാമ്യാപേക്ഷ പരിഗണിക്കുക. അതിനു മുമ്പ് രാഹുലിനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും ഊർജിതമാക്കുന്നുണ്ടോ? ഈ നടിയെ ചോദ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? ഈ നടിയെ ചോദ്യം വൈകാതെ തന്നെ ഉണ്ടാകും. കാരണം ഈ നടിയുടെ സഹോദരിയുടെ കാറിലാണ് പോയിരിക്കുന്നത്. ഈ കാറാണ് സ്ഥിരമായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന നടിയാണ്. അപ്പോൾ രാഹുൽ പോയിട്ടുള്ളതിൽ ഈ നടിക്ക് കൃത്യമായ പങ്കുണ്ട്, അറിവുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘം സംശയിക്കുന്നത്. അതുകൊണ്ടാണ് വളരെ വേഗത്തിൽ തന്നെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനായി നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നടിക്ക് പുറമെ ഈ രാഹുലുമായി ബന്ധമുള്ള ചില ആളുകൾ രാഹുലിനെ കേരളം വിടാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് സംബന്ധിച്ച വിവരങ്ങൾ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. രാഹുൽ ഇപ്പോഴെവിടെയെന്നത് സംബന്ധിച്ച് ഒരു വ്യക്തതയില്ല. എങ്കിലും രാഹുൽ കഴിഞ്ഞ ദിവസം പാലക്കാട് നിന്ന് പൊള്ളാച്ചിയിലേക്ക് പോയിരുന്നു. വ്യാഴാഴ്ച രാത്രിയും അതോടൊപ്പം തന്നെ വെള്ളിയാഴ്ചയും പൊള്ളാച്ചിയിലുണ്ടായിരുന്നു. പിന്നീട് കോയമ്പത്തൂരിലേക്ക് കടന്നു കളയുകയാണ് ചെയ്തത്. അവിടെ നിന്നാണ് മറ്റു സ്ഥലങ്ങളിലേക്ക് പോയിരിക്കുന്നത്. രാഹുൽ സ്വന്തം ഫോൺ ഉപയോഗിക്കുന്നില്ല. അതിപ്പോഴും പാലക്കാട് ലൊക്കേഷൻ തന്നെയാണ് കാണിക്കുന്നത്. മറ്റ് സുഹൃത്തുക്കളുടെയും ഒക്കെ ഫോണിലൂടെയാണ് അഭിഭാഷകരെയും മറ്റാളുകളെയൊക്കെ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അന്വേഷണ സംഘത്തിന് ലഭിക്കുന്ന വിവരം. എന്തായാലും രാഹുലിനായുള്ള തെരച്ചിൽ പോലീസ് ഊർജിതപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിലായി കേരളത്തിനകത്തും പുറത്തും അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. സംശയം തോന്നുന്ന ആരെയും ചോദ്യം ചെയ്യാം, എവിടെയും പരിശോധന നടത്താം എന്നുള്ള ഒരു നിർദ്ദേശമാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ എല്ലാ സ്റ്റേഷനുകൾക്കും നൽകിയിരിക്കുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും രാഹുൽ മാങ്കൂട്ടം കേരളം വിട്ടിട്ടുണ്ട് എന്നുള്ള ഒരു കണ്ടെത്തൽ, ഒരു സ്ഥിരീകരണം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ രാഹുലിന്റെ ഫോൺ അത് പാലക്കാട് തന്നെയാണ് ലൊക്കേഷൻ കാണിക്കുന്നത്. പക്ഷേ സുഹൃത്തുക്കളുടെയോ കൂടെയുള്ളവരോ ആളുകളുടെ ഫോണിൽ നിന്നൊക്കെയാണ് അഭിഭാഷകരടക്കമുള്ള ആളുകളെ ബന്ധപ്പെടുന്നത് എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് അന്വേഷണ സംഘം ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നൽകുന്നത്.